Hello my dears, welcome back to statistics class. Today I'm going to take the fourth property of a good estimator, that is sufficiency. An estimator is said to be sufficient for a parameter if it contains all the information in the sample regarding the parameter. Sufficiency എന്ന് പറഞ്ഞാൽ എന്താണ്? An estimator is said to be sufficient for a parameter. ഒരു estimator sufficient ആണ് എന്തിന്? For a parameter if it contain all the information in the sample regarding the parameter. നമ്മൾ എടുക്കുന്ന സാമ്പിളിൽ തന്നെ പാരാമീറ്ററിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും കണ്ടെയ്ൻ ചെയ്തിരിക്കും. അങ്ങനത്തെ ഒരു എസ്റ്റിമേറ്റർ നമ്മൾ എന്ത് പറയുന്നത്? സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. Okay, but an estimate is said to be sufficient for a parameter if it contain all the information in the sample regarding the parameter. പാരാമീറ്ററിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഏതിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? സാമ്പിളിൽ. ഓക്കെ, അങ്ങനത്തെ ഒരു എസ്റ്റിമേറ്ററാണ് നമ്മൾ എന്ത് പറയുന്നത്? സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. വേറൊരു ഡെഫിനിഷൻ വെച്ച് പറയുകയാണെങ്കിൽ, ഇഫ് ടി ഈക്വൽ ടു ടി ഓഫ് x1, x2, etc. xn ഈസ് എൻ എസ്റ്റിമേറ്റർ ഓഫ് എ പാരാമീറ്റർ തീറ്റ ബേസ്ഡ് ഓൺ എ സാമ്പിൾ x1, x2, etc. xn ഓഫ് സൈസ് n ഫ്രം ദ പോപ്പുലേഷൻ വിത്ത് ഡെൻസിറ്റി f of x theta such that the conditional distribution of x1, x2, etc. xn given t is independent of theta, then ടി ഈസ് സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ. നമ്മൾ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമ്മൾ ഈ സഫിഷ്യൻസി ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് രണ്ടാമത്തെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് ടി ഈക്വൽ ടു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ടി ഓഫ് x1, x2, etc. xn ഈസ് എൻ എസ്റ്റിമേറ്റർ ഓഫ് ദ പാരാമീറ്റർ തീറ്റ based on samples x1, x2, etc. xn of size n from the population, then the density function is f of x theta such that നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x1, x2, etc. xn ഗിവൺ ടി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? ഇറ്റ് ഇസ് എ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് തീറ്റ എന്നാണ് നമ്മളുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഫംഗ്ഷൻ. x1, x2, etc. xn എന്നുള്ള റാൻഡം സാമ്പിൾസ് ഡ്രോൺ ചെയ്തിരിക്കുന്നത് ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തീറ്റയിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x1, x2, etc. xn ഗിവൺ ടി എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ, അതായത് പോപ്പുലേഷൻ പാരാമീറ്ററിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ദെൻ ടി ഈസ് സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് ഡെഫിനിഷൻ പഠിച്ചു. ഒന്ന് എന്ന് പറഞ്ഞാൽ എൻ എസ്റ്റിമേറ്റർ ഈസ് സെഡ് ടു ബി സഫിഷ്യൻറ്റ് ഫോർ എ പാരാമീറ്റർ തീറ്റ ഇഫ് ഇറ്റ് കണ്ടെയ്ൻ ഓൾ ദ ഇൻഫർമേഷൻ ഇൻ ദ സാമ്പിൾ റിഗാർഡിംഗ് ദ പാരാമീറ്റർ. രണ്ടാമത്തേത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ടി equal to t of x1, x2, etc. xn is an estimator of parameter theta based on sample x1, x2, etc. xn of size n from the population f of x theta such that the conditional distribution of x1, x2, etc. xn given t is independent of theta എന്നാണ് പറയുന്നത്. ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ. അത് നമ്മൾ എങ്ങനെയാണ് എഴുതുക എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് x1, x2, etc. xn ഗിവൺ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ടി ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ, ദാറ്റ് ഈസ് എച്ച് ഓഫ് x1, x2, etc. xn. ഇങ്ങനെ ആയിരിക്കണം നമ്മളുടെ ഒരു എസ്റ്റിമേറ്റർ സഫിഷ്യൻ്റ് ആവണമെങ്കിൽ. ഇറ്റ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ, അതായത് പാരാമീറ്ററിന് പോപ്പുലേഷൻ പാരാമീറ്ററിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഇതെല്ലാം നമ്മൾ ഈ ഒരു സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഈ ഒരു രണ്ട് ഡെഫിനിഷനും വെച്ചിട്ടല്ല നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുക. നമ്മൾ ചെയ്യുന്നത് ഫിഷർ നൈമാൻ ഫാക്ടറൈസേഷൻ തിയറം വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഈ ഫിഷർ നൈമാൻ ഫാക്ടറൈസേഷൻ തിയറം നോക്കുക. Let x1, x2, etc. xn be a random sample from a population with PMF or PDF f of x theta. Then the joint PMF or PDF of the sample
is L of x1, x2, etc. xn theta, which is equal to f of x1 theta into f of x theta in etc. f of xn theta. The statistics T is a sufficient estimate of theta if and only if it is possible to write L of x1, x2, etc. xn theta is equal to L1 of t theta into L2 of x1, x2, etc. xn, where L of t theta is a function of t and theta and L2 of x1, x2, etc. xn is a function of independent of theta. എന്താണ് ഫിഷർ നൈമൻ ഫാക്ടറൈസേഷൻ തിയറം പറയുന്നത്? x1, x2, etc. xn, x1, x2, etc. xn റാൻഡം സാമ്പിൾസ് ആണ്. ഇറ്റ് ഈസ് ഡ്രോൺ ഫ്രം ദ പോപ്പുലേഷൻ എഫ് ഓഫ് എക്സ് തീറ്റയാണ്. ഓക്കെ, എങ്കിൽ അതിൻ്റെ ജോയിൻറ്റ് ഡെൻസിറ്റി ഫങ്ഷന് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൺ തീറ്റ, എഫ് ഓഫ് എക്സ് ടു തീറ്റ എക്സെട്ര എഫ് ഓഫ് എക്സ് ടു തീറ്റ ഈസ് ഡിനോട്ടഡ് ആസ് എൽ ഓഫ് എക്സ് വൺ, എക്സ് ടു എക്സെട്ര എക്സ് എൻ തീറ്റ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ എന്താ പറയുക ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഓഫ് ദ റാൻഡം സാമ്പിൾസ്. ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം? ഇവിടെ തന്നിരിക്കുന്ന ഇതേമാതിരി നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഫസ്റ്റ് കേസിൽ L1 ഓഫ് ടി തീറ്റ എന്നുള്ളതിൽ ആ ടി എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? ഇറ്റ് ഈസ് എ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണ്. നമ്മളെ ലൈക്ലിഹുഡ് ഫംഗ്ഷന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റണം. അതായത് ഫസ്റ്റ് ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പാരാമീറ്റർ, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ദ പാരാമീറ്റർ എന്ന് പറയും. സെക്കൻഡ് ഫംഗ്ഷൻ is a function of the random samples only. It does not contain any information regarding the population parameter. ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ L1ലുള്ള ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന് നമുക്ക് സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ഇതിൻ്റെ പ്രൂഫൊന്നും നമുക്ക് ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇത് നമ്മൾ സിലബസ് ഔട്ട് ഓഫ് സിലബസ് ആണ് ഇതിൻ്റെ പ്രൂഫൊക്കെ. ഇറ്റ് ഈസ് എ സഫിഷ്യൻറ്റ്. ഇനി ടി എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ നമുക്ക് ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു അല്ലേ? ദ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x1, x2, xn ഗിവൺ ടി ഈക്വൽ ടു ആർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ. അതിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? P of x1, x2, etc. xn given t which is equal to h of x1, x2, etc. xn ആക്കി എഴുതാം. കാരണം എന്താണ്? ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ ആണ്. എങ്കിലാണ് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്തെന്ന് പറയുന്നുള്ളൂ? സഫിഷ്യൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഒരു P of x1, x2, etc. xn given t equal to r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് x1, x2, etc. xn ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് t equal to r എന്നാണ്. ഇനി ഈ പ്രോബബിലിറ്റി ഓഫ് അല്ലെങ്കിൽ P ഓഫ് x1, x2, etc. xn, ഈ P എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ P എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ജോയിൻറ്റ് മാസ് ഫംഗ്ഷനെയാണ്. മറ്റേത് എഫ് ഓഫ് x1, x2, etc. xn എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി ഫംഗ്ഷൻ, ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ജോയിൻറ്റ് മാസ് ഫംഗ്ഷനാണ്. അപ്പം ഈ ജോയിൻറ്റ് മാസ് ഫംഗ്ഷനെ നമ്മൾ പറഞ്ഞു, നമ്മൾ എന്താണ് പറയുക? P ഓഫ് x1, x2, etc. xn എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് L ഓഫ് x1, x2, etc. xn തീറ്റ എന്ന്, വിച്ച് ഡിവൈഡഡ് ബൈ P ഓഫ് t ഈക്വൽ ടു r എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ P ഓഫ് t തീറ്റ എന്ന് വരും. ദെൻ ബൈ 1, ഈ 1ൽ നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ദെൻ ബൈ 1 ഫോർ എ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റഡ് ടി നമുക്ക് എങ്ങനെ എഴുതാം? L ഓഫ് x1, x2, etc. xn തീറ്റ ഡിവൈഡഡ് ബൈ P ഓഫ് t തീറ്റ എന്ന് പറഞ്ഞാൽ h ഓഫ് x1, x2, etc. xn ആണ്. That implies L of x1, x2, etc. xn theta is equal to h of x1, x2, etc. xn into P of t theta എന്നാണ്.
ഓക്കെ, ജസ്റ്റ് ഈ ഒരു പ്രൂഫ് നോക്കിയിട്ടാൽ മതി. ഇത് നമ്മളുടെ ഔട്ട് ഓഫ് സിലബസ് ആണ് ഇതിൻ്റെ പ്രൂഫ്. ഓൺലി വി നീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് എക്സാമ്പിളാണ് സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണ് നോക്കുന്നത്. അപ്പോൾ ഫോർ എ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ ഷോ ദാറ്റ് ദ സാമ്പിൾ മീൻ എക്സ് ബാർ ഈസ് എ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് ലാംഡ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് നമ്മളുടെ ഫിഷർ നെയ്മാൻ ഫാക്ടറൈസേഷൻ തിയറം വെച്ചിട്ടാണ് നമ്മൾ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണോ നോക്കുന്നത്. അപ്പം ലെറ്റ് സൊല്യൂഷനിലേക്ക് കിടക്കുക. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫോർ എ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ ഷോ ദാറ്റ് സാമ്പിൾ മീൻ എക്സ് ബാർ ഈസ് എ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് ലാംഡ. സാമ്പിൾ മീൻ എക്സ് ബാർ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണോ ആ ഒരു പാരാമീറ്റർ ലാംഡൻ്റെ പാരാമീറ്റർ ലാംഡൻ്റെ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ എക്സ് ബാർ ആണോ എന്നാണ് നമ്മൾക്ക് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് കുറച്ച് സാമ്പിൾസ് വേണം. അപ്പോൾ ലെറ്റ് x1 x2 എക്സെട്ര xn ബി ദ റാൻഡം സാമ്പിൾസ് ടേക്കൺ ഫ്രം പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. ഇനി നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ്? എക്സ് ബാർ ആണ്. അപ്പോൾ എക്സ് ബാർ എന്താണെന്ന് പറഞ്ഞിട്ട് എഴുതാം. എക്സ് ബാർ ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ഡിവൈഡഡ് ബൈ n. ഇനി നമ്മൾ പറഞ്ഞു ഫിഷർ നെയ്മാൻ ഫാക്ടറൈസേഷൻ തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് L of x1 x2 etc. xn theta is equal to L1 of t theta into h of x1 x2 etc. xn എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. എച്ചിൻ്റെ സ്ഥലത്ത് L2 മാറിപ്പോയതാണ്. L2 ഓഫ് x1 x2 എക്സെട്ര xn എന്നുള്ള രീതിയിൽ എഴുതാണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ദ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. എന്താണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഈസ് ദ ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു പോപ്പുലേഷൻ പാരാമീറ്ററിൻ്റെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷനാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. ദാറ്റ് ഈസ് L ഓഫ് x1 x2 എക്സെട്ര xn കോമ ലാംഡ എന്നിങ്ങനെ എഴുതൂ കേട്ടോ. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് x1 ലാംഡ എഫ് ഓഫ് x2 ലാംഡ എക്സെട്ര എഫ് ഓഫ് xn ലാംഡ. ഓക്കെ, ഇനി എഫ് ഓഫ് x1 ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ എഫ് ഓഫ് x1 ആണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ x1 എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു x1 ഡിവൈഡ് ബൈ x1 ഫാക്ടോറിയൽ. എന്താ എഫ് ഓഫ് x2 ലാംഡ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു x2 ഡിവൈഡ് ബൈ x2 ഫാക്ടോറിയൽ. ദെൻ നെക്സ്റ്റ് എന്താണ് വരുന്നത്? എക്സെട്ര എഫ് ഓഫ് xn ലാംഡ എന്നാണ്. അപ്പം നമ്മളുടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു n ഡിവൈഡ് ബൈ xn ഫാക്ടോറിയൽ എന്ന് വരും. ഇനി നമുക്ക് ഇ റേസ് ടു മൈനസ് ലാംഡ എത്ര ടൈംസ് ഉണ്ട്? ഇവിടെ n ടൈംസ് ഉണ്ട്. അതിനെ നമുക്ക് എന്ത് എഴുതാം? ഇ റേസ് ടു മൈനസ് n ലാംഡ എന്ന് എഴുതാം. ഇനി അതേമാതിരി തന്നെ ലാംഡ ലാംഡ എല്ലാത്തിലും ഒരേമാതിരി ഉണ്ട്. അതിൻ്റെ പവേഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതിക്കൂടെ? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇ റേസ് ടു മൈനസ് m ലാംഡ ലാംഡ റേസ് ടു സമ്മേഷൻ xi എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ താഴത്തത് നമ്മൾ ഡിനോമിനേറ്ററിൽ നമുക്ക് കാണുന്നത് എന്താണ്? x1 ഫാക്ടോറിയൽ x2 ഫാക്ടോറിയൽ എക്സെട്ര xn ഫാക്ടോറിയൽ. അതിനെ നമ്മൾ കോമൺ ആയിട്ട് ഒറ്റ ഇതിൽ എഴുതി. അതായത് x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര ഇൻറ്റു xn ഫാക്ടോറിയൽ എന്ന് എഴുതി. ഇനി നമ്മൾ പറഞ്ഞു ഇത് ഒരു സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ ഒന്ന് നമ്മൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് തീറ്റ ആൻഡ് ഇറ്റ്സ് എസ്റ്റിമേറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഒന്നിനെ നമുക്ക് എന്താക്കി എഴുതാൻ പറ്റണം? ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓൺലി ഓഫ് ദ റാൻഡം സാമ്പിൾസ് ഓൺലി. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ ഇങ്ങനെ ഒന്ന് എഴുതി. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് n ലാംഡ ലാംഡ റേസ് ടു സമ്മേഷൻ xi ഇൻറ്റു 1 ബൈ x1 ഫാക്ടോറിയൽ x2 ഫാക്ടോറിയൽ എക്സെട്ര xn ഫാക്ടോറിയൽ. അപ്പം നമ്മളുടെ ഈ ഒരു ടേം ഉണ്ടല്ലോ, നമ്മളെ നെയ്മാൻ ഫാക്ടറൈസേഷൻ തിയറം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഫംഗ്ഷൻ ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ദ പാരാമീറ്റർ. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ L2 ഓഫ്
എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ റാൻഡം സാമ്പിൾസ് ഓൺലി. അങ്ങനെ എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റ്. പക്ഷേ ഇവിടെ നമ്മളോട് എന്താണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? സാമ്പിൾ മീൻ ആണോ എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? e⁻m ലാംഡ റേസ് ടു സമ്മേഷൻ xi ഇൻറ്റു 1/x1 ഫാക്ടോറിയൽ x2 ഫാക്ടോറിയൽ എക്സെട്ര xn ഫാക്ടോറിയൽ എന്ന്. പക്ഷേ ഇവിടെ നമുക്ക് ഈ സമ്മേഷൻ xi എന്ന് പറഞ്ഞാൽ x ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ xi/n. അപ്പോൾ നമ്മൾ സമ്മേഷൻ xi എന്നുള്ളിടത്ത് നമ്മൾ എന്ത് എഴുതും? nx ബാർ എന്ന് എഴുതും. ഓക്കെ, അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. e⁻m ലാംഡ റേസ് ടു nx ബാർ ഇൻറ്റു 1/x1 ഫാക്ടോറിയൽ x2 ഫാക്ടോറിയൽ എക്സെട്ര xn ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി? ഈ ഒരു ഫംഗ്ഷനെ, ലൈക്ലിഹുഡ് ഫംഗ്ഷനെ നമുക്ക് ഏത് രീതിയിൽ എഴുതാൻ പറ്റി? L1 ഓഫ് x ബാർ ലാംഡ ഇൻറ്റു L2 ഓഫ് x1 x2 എക്സെട്ര xn. ഇനി നമ്മൾ എടുത്ത് എഴുതുക, ഈ L1 ഓഫ് x ബാർ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ടേം e⁻m ലാംഡ റേസ് ടു nx ബാർ ആൻഡ് L2 ഓഫ് x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് എന്താണ്? 1/x1 ഫാക്ടോറിയൽ x2 ഫാക്ടോറിയൽ എക്സെട്ര xn ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിൽ വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഏതാണ്? which is the function of the samples only, അതായത് x bar. So x bar is a sufficient estimator for the parameter lambda എന്ന് നമുക്ക് പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാവുന്നതാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.